ഹായ് ഗായ്സ്, നമ്മളുടെ ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് മിൻലൈമാണ്. അതിനായിട്ടുള്ള ആവശ്യ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. മതിയോ? ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മുന്നൂസ് ചാനൽ. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സിനാൻ വണ്ടിമൊക്കെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടെന്ന് വീഡിയോ എടുത്താട്ടോ. അത് അഭിനയമാണോ ഉറങ്ങണോ എന്നറിയില്ല. തലേന്ന് രാത്രി എടുത്തതാണ്. തലേന്ന് രാത്രി എടുത്ത വീഡിയോ ആണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ പിറ്റേന്നത്തെ പരിപാടി ഉണ്ടല്ലോ അന്തേത്തായിരിക്കും എന്നുള്ളത്. നമ്മൾ മുത്തുവിനെ പൊരുക്കൂടലായി കേട്ടോ. ചെറിയ രീതിയിൽ പൊരയിലൊക്കെ ഒന്ന് കൂടിയിരിക്കുന്നത്, വലിയ പരിപാടിയായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് ബാക്കി വെക്കട്ടോ. മിൻലയും ഉണ്ടാക്കുന്നതും പിന്നെ അത് ചിക്കൻ കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ പറ്റിച്ച് കുറേ സമയമായി. ഇങ്ങനെ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല മൂത്തതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആണെങ്കിൽ ചിക്കൻ അതിലൊക്കെ ഇട്ടപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇടുമ്പോൾ ഉണ്ടാവില്ല പൊരിഞ്ഞ് നല്ല ഇതിൽ ഇങ്ങോട്ട് വരില്ലേ. അതുകൊണ്ട് അങ്ങോട്ട് ആയില്ല കേട്ടോ. നല്ലോണം ചൂടായിരിക്കുന്നത് കണ്ടപ്പോൾ. അല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരികയും ചെയ്തേക്ക്. പക്ഷേ തീ ഇങ്ങനെ കാറ്റുകൊണ്ട് 4 ഭാഗത്തൂടി ഇങ്ങനെ പറന്ന് പോയിട്ടായിരിക്കും. ഏതായാലും ഞാൻ ചിക്കൻ അതിൽ കെടുക്കട്ടെ ചട്ടിട്ട് കൊടുത്തതാണ്. പിന്നെ നല്ലോണം തീയോ കത്തിച്ച് പൊരിച്ചെടുക്കാമല്ലോ. അല്ലാണ്ട് ഇനി പിന്നെ ഇങ്ങോട്ട് കോരിയെടുക്കാനും പറ്റൂല. അല്ലെങ്കിൽ തീ കത്തുന്നിടത്തൊക്കെ നല്ലോണം പതിക്കുകയും ചെയ്യുന്നു. ഒരു സൈഡിൽ കേട്ടോ പതിക്കാത്ത. ഈ ചിക്കൻ കടായി ഉണ്ടാക്കുന്നതിനൊക്കെ സ്പെഷ്യലിസ്റ്റ് നമ്മളെ അനിയത്തിന് കെട്ടിയാണ് കേട്ടോ. പറഞ്ഞിട്ടൊക്കെ തെറ്റിപ്പോണ്ട് നാവൊക്കെ നല്ലോണം പഠിച്ച് എന്നാലും പറയാൻ കേട്ടോ കിട്ടുന്നില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ അല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന വാക്കുകളൊക്കെ അയക്കും. പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവുകയും കിട്ടാണ്ടായി പോവുകയൊക്കെ ചെയ്യും. നാഗടിക്കയിലൊന്നല്ല. നിങ്ങൾക്കും അങ്ങനെ കാലുണ്ടോ ഉണ്ടാവും ഞാൻ വിചാരിക്കുക. എന്തായാലും അങ്ങനെ കാലുണ്ട്. ഇങ്ങനെ ചിക്കൻ കടായിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കിട്ടുമോ? ഞാനല്ല ഉണ്ടാക്കിയ അളിയനാണ് ഉണ്ടാക്കിയ പൊരിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ അവരടുത്ത് ചെയ്തിരിക്കുന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ വന്ന് കണ്ടോലൊക്കെ ചോദിക്കും നല്ല മുളിൻ്റെ മറിയിലൊക്കെ വീണീനിയോ അല്ലെങ്കിൽ കാറ്റടിച്ചിനിയോ കറിവേപ്പിൻ്റെ ഒക്കെ വീണൊക്കെയല്ലോ നോക്കാം. അങ്ങനെയൊക്കെ ആരെന്ത് പറഞ്ഞേക്കാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണം ഞങ്ങൾ പറയാണ്ട് അളിയാൻ പോകുന്നതിൻ്റെ അടുക്ക് ഞാൻ ഇനി ഉണ്ടാക്കിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയാലും പിന്നെ പ്രത്യേകം എടുത്ത് പറയാം കേട്ടോ. അങ്ങനെ കുറ്റൂഷൻ്റെ ദിവസം ഉച്ചയായപ്പോഴാണ് നമുക്ക് ഫ്രിഡ്ജ് കൊണ്ടുവന്നതും ടേബിൾ കൊണ്ടുവന്ന് നോക്കാം. എന്നപ്പോൾ ആ കൊണ്ടുപോകുന്ന രംഗാണിത്. ഈ നല്ല കണ്ടിട്ട് നോക്കി വേഗോ. നാലാളെ വിളിക്കാൻ കൈ നോക്കിയാൽ അവനാളെ കൈയാകാൻ നോക്കൂലേ. വലിക്കല്ലേ പൊന്തി അങ്ങോട്ട് വരണം. ഇവിടെ കേപ്പുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ കേപ്പുണ്ട്. രണ്ട് വരുന്നുണ്ട്, ഒന്നിടാം. ചുമര് പൊളിക്കാനേ
ഈ ഡൈനിങ് ടേബിൾ ഒരു അടിപൊളിയാണ് കേട്ടോ. അത് വെച്ചിട്ടാണെങ്കിൽ മേശൻ്റെ ഉള്ളിലേക്കാട്ട് എന്താ പറയേണ്ടത് ഒരു ഫിറ്റ് ചെയ്ത് വെച്ചോണം ഉള്ളിലേക്ക് അടുത്തിടാം. പിന്നെ മേശൻ്റെ ഉള്ളിൽ കസാല ഉണ്ട് നമുക്ക് തോന്നുന്നില്ല ഒരു ബോക്സ് പോലെ തോന്നുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് നീക്കിയിട്ടാൽ മതി. പിന്നെ അതുകൊണ്ടാട്ട് തന്നെ ചേർത്തിടാം. മേശൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോകും കസാലമൊക്കെ. അതിനായിട്ട് വേറെ സ്പേസൊന്നും വേണ്ട. ഫസ്റ്റ് തന്നെ ഇട്ടുമ്പോൾ നമുക്കൊരു പിടിപാടുണ്ടാവില്ലെന്ന് വെച്ചിട്ട് ഒരു നമ്പറൊക്കെ ഇട്ടേക്ക് മേശമ്പലും കസാലമ്പലും അങ്ങനെ ഒപ്പിച്ചിട്ട് മക്കൾക്ക് വേണേ പാർസൽ പോരാത്തൊക്കെ എടാ മോൻ ജിമ്മിന് വല്ലേ എടാ ജിമ്മിന് കൊറേ ആയോ തുടങ്ങിയിട്ട് അല്ല എത്ര കൊല്ലായി പോക്ക് തുടങ്ങിയിട്ട് അങ്ങനെ ആങ്ങളാരും ഓളും മക്കളും ഉമ്മച്ചും വാശിയിലോട് പോകാൻ ഇറങ്ങിയതാണ്. അങ്ങോട്ട് പോയിട്ട് വേറെ പരിപാടി ഉണ്ടെന്നാണ് കേട്ടോ. അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായും ചിക്കൻ കടായി ഉണ്ടായും ഫുഡ് അയക്കുന്ന വീഡിയോ ഞാൻ എടുത്തിയില്ല. ഒരു യാത്രയാക്കാൻ വേണ്ടി ഞങ്ങളും വണ്ടിൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഇനി അടുത്ത യാത്രയാക്കാനുള്ള വില ആണ് കേട്ടോ. ഏട്ടത്തിൻ്റെ മോളും മക്കളും പുയ്യാപ്പിളയാണ്. വില എന്നൊന്നല്ല കേട്ടോ പോകാനുള്ള ഫസ്റ്റ് പോയത് പോലെയാണ്. പിന്നെ പോകാനുള്ള വിലക്കാന്ന് പറഞ്ഞതാണ്. ഏട്ടത്തിയും ഏട്ടത്തിൻ്റെ അളിയനുണ്ട്, പിന്നെ അനിയത്തിയും അളിയനുണ്ട്, മോളുണ്ട്, ഏട്ടത്തിൻ്റെ മോനുണ്ട്, പിന്നെ വിലുണ്ട്, അനിയനും ഓളും മക്കളൊക്കെ ഉണ്ട്, കാക്കൻ്റെ അമ്മച്ചിയുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലുള്ളൊരു കൂടലുണ്ടോ, വലിയ പരിപാടിയൊന്നും കഴിക്കാണ്ട്. ഇവന് കാപ്പാട് ബീച്ച് പോകാനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ ഒരുങ്ങുക അങ്ങനെ പറഞ്ഞുകൊടുക്കുക കാപ്പാട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്താണ് കാപ്പാട് ബീച്ച്. വേനുണ്ടോ വേനുണ്ടോ നല്ല തിന്നു കുട്ടിയോ ആടെ ഇങ്ങനെയൊക്കെ ഒരു ഉപകാരം ചെമ്പന്മാരപ്പുറം നടക്കുകയാണ്. ഇത് മലയാളി പ്രാവാതെ ബംഗാളികളെ പിടിച്ച് എന്തെങ്കിലും തിരിയാണ്ട് ഉണ്ടാക്കൂ. അല്ല അവനക്ക് ഉറക്കം കഴിഞ്ഞില്ലേ? ആടെ കിടന്ന് പറഞ്ഞു അതൊരു പണിയാണ്. ചായ ഒന്നും വേണ്ട മോളെ. ഇത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ചായ ഒരു ഉറക്കും വെള്ളവും വേണ്ട. എന്നോടാരോ പറഞ്ഞു വൈകുന്നേരം ചായ ഒക്കെ വേണോന്നൊക്കെ. അപ്പോഴത്തേക്ക് പറഞ്ഞിട്ടില്ലേ ഞങ്ങള് പോവാന്ന് അരിക്കുനി പോവാന്ന്. എണ്ണക്കടി എന്തോണ്ടോ എണ്ണക്കടി ഞങ്ങൾക്ക് തിരിയല്ലേ. മിച്ചറൊക്കെ ലോഡ് ഉണ്ട് അതിന്റെ ഉള്ളില്. മിച്ചറൊക്കെ ഒരു പ്ലേറ്റിലിട്ട് കൊണ്ടുവരിക അങ്ങനല്ലേ. നിങ്ങളാടെ പോയി കണ്ട് വടയാന്ന് ഞാനെങ്ങും പോയി വാ. ഇവിടെ പട്ടിപ്പണിയൊക്കെ കഴിഞ്ഞിക്കല്ലോ. എനിക്ക് ഇത് കല്ലൊക്കെ ഉണ്ടല്ലോ ചെറുവാറില്. കല്ലുണ്ടോ? എന്തെങ്കിലും ഒന്ന് അങ്ങനല്ലേ. അത് തല പോയിട്ട് ഇത് ഫുള്ള് തിന്നിട്ട് ഇനിയും പോണേ കുറച്ചുകൂടി ഇടും. ഇത് മുത്തുവിൻ്റെ അനിയനാണ് കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരാണ് ഒപ്പരുള്ളത്. പ്രാവിനെ കൊണ്ട് വന്നതാണ്. പ്രാവിന് കുറച്ച് ചെറുവാരൊക്കെ കൊടുത്ത് വയറൊക്കെ നിറച്ചതിന് ശേഷം ഇവർക്ക് ചായയും മിച്ചറൊക്കെ കൊടുത്താണ്. പിന്നെ മക്കളെ വേറെ സന്തോഷം കൂടി പറയാണ്ട് ഞങ്ങളെ ഫാമിലിയിലെ പുതിയൊരാളും കൂടി വന്നിക്കുന്നു. ഇയാളാണ് കേട്ടോ അത്. ഇത് അനിയത്തിൻ്റെ മാപ്പിളെടുത്ത വണ്ടിയാണ് കേട്ടോ. ഒരു പുരയിലൊരു വണ്ടി അത്യാവശ്യമാണെങ്കിലും ഓട്ടാനും പോകാനും ആൾ വേണം കേട്ടോ. ഞങ്ങളൊന്നും പുരയിൽ ആണുങ്ങളുണ്ടാവില്ല വണ്ടി ഓട്ടാൻ. ഗൾഫുകാരാകുമ്പോൾ ഓൾക്ക് പിന്നെ വരുമ്പം മതിയല്ലോ. ഒരു വന്ന് കാണാൻ 1 മാസം 2 മാസം അത്രയല്ലേ നിൽക്കുകയും ചെയ്യും. ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിട്ടോ 3 മാസമായിട്ടുള്ള കൊടുത്തിട്ട്. പിന്നെ ഓട്ടാൻ ആളുണ്ടാവില്ല. എല്ലാവരും പിന്നെ ഗൾഫിലങ്ങ് പോകും. പിന്നെ നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ലൈസൻസ് എടുത്താൽ ബാഗിലിട്ട് നടക്കാനാണ്ട് സൈക്കിൾ ഓട്ടിയവർ പോകും. പക്ഷേ കാറ് പോലും ഓട്ടൂല അതിനു. അതും ഓട്ടോമാറ്റിക്കിൻ്റെ വണ്ടി തന്നെ അതിനു. പക്ഷേ ഈ പെണ്ണുങ്ങളൊന്നും ഓട്ടാത്തേക്കൊണ്ട് ഞങ്ങൾ പുറത്തേക്കോട്ട് പോകണമെങ്കിൽ ആണുങ്ങൾ നാട്ടിലുണ്ടാകുകയില്ലല്ലോ. ഇവനെ തന്നെ ആശ്രയിക്കേണ്ടതിന് കേട്ടോ. കേട്ട് പോകണമെങ്കിൽ ഇവനെ കൂട്ടിയും പോവുകയും ചെയ്യുക. പിന്നെ മക്കളെ നമ്മൾ കാനുള്ളൊരു നാത്തൂനുണ്ട് കേട്ടോ. അങ്ങനെ ഓള് ലൈസൻസ് എടുത്തതിലൊക്കെ കാര്യമുണ്ട്. ഓള് നമ്മളെ പിന്നെ വണ്ടി ഓട്ടലുണ്ടായിരുന്നു. കാർ എടുത്തോള് പോകും. അതുകൊണ്ട് ഇന്നോവ ഓട്ടലുണ്ട് കേട്ടോ. ആങ്ങളുടെ ഇന്നോവ ആണുള്ളത് അത് ഓള് ഓട്ടിപ്പോകലുണ്ട്. പുതിയ വണ്ടിയുടെ ചാവിയൊക്കെ കിട്ടി ഏട്ടത്തിന് മോന്തന കേട്ടോ ബസ്സിൽ ഓട്ടമൊക്കെ ചെയ്ത് അതിന് ശേഷം ആങ്ങളൊന്ന് കയറി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഈ വണ്ടിയൊക്കെ ഓട്ടുന്നവർക്കല്ല ഇതിനെ പറ്റിയൊക്കെ മനസ്സിലാവും. നമ്മളിതിങ്ങനെ നോക്കി കുത്തിരിക്കാന്നല്ലാണ്ട് ഒന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. ആങ്ങൾ എപ്പോഴും നാട്ടിലില്ലാത്തതും കൊണ്ട് എല്ലാവർക്കും ആശ്രയം ഏട്ടത്തിൻ്റെ മോൻ തന്നെയാണ്. ഞങ്ങളൊക്കെ നയിച്ച് കൊണ്ടെടുക്കുന്ന മോൻ തന്നെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ വണ്ടിൻ്റെ പേര് ഗ്ലാൻസ. അങ്ങനെ ഇതൊക്കെയാണ് മക്കൾ നമ്മളെ ചെറിയ ചെറിയ വിശേഷങ്ങൾ കേട്ടോ. കുറേ ചെറിയ വിശേഷങ്ങളെല്ലാം കൂടി കോർത്തിണക്കി വലിയൊരു വിശേഷങ്ങളാക്കി കൊണ്ടുവന്നതാണ്. പല ദിവസമായിട്ട് എടുത്ത വീഡിയോസൊക്കെ ആണ്. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത്. ലൈക്കാണ് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടി കേട്ടോ. കമൻറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയല്ലോ. ഒക്കെ വായിച്ച് ഇങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തി ഇങ്ങനെ എടുക്കുകയും ചെയ്യാമല്ലോ. അതുപോലെ നമ്മളെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ പല സംശയങ്ങളും ഉണ്ടാവില്ലേ. അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. എനിക്ക് മറുപടി ഞാൻ തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നും പറയാനുള്ളത് എന്താ അറിയോ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. പുറത്താരോ വന്ന് കിട്ടുക ബെല്ലടിക്കുന്നുണ്ടെന്ന് പോയി നോക്കട്ടെ ആരാണെന്ന്.
തറവാട്ടിൽ നിന്ന് വാപ്പിച്ച് വന്നാട്ടോ. വാപ്പിച്ച് വന്നെങ്ങാൻ മക്കളെ സൈക്കിൾ ഉണ്ടെങ്കിൽ പോർച്ചിൽ അതാരോ മുറ്റത്ത് എടുത്ത് വെച്ചിട്ട് ഇതാരോ മുറ്റത്തേക്ക് എടുത്ത് വെച്ച് മക്കൾ വന്നേക്കോന്ന് ചോദിച്ചാൽ വന്നാണ്.